Good morning. Good morning, Miss. Good morning. 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 Good morning, ma'am. Morning. Okay. പിള്ളേര് കുറവാണല്ലോ. എന്ത് പറ്റി? കുറച്ച് ദിവസം കൊണ്ട് വിഷുവിന്റെ ക്ഷീണാണോ എല്ലാവർക്കും? വിഷുവിന്റെ ക്ഷീണായി. ഇനി ഈസ്റ്റർ ഒന്നല്ലേ? ഈസ്റ്ററിന്റെ ക്ഷീണം. ഓക്കെ. വിഷു എങ്ങനെ ഉണ്ടായിരുന്നു? അടിച്ചു പൊളിച്ചോ? വിഷു ഇനിയിപ്പോ കുറച്ച് നാളെ ഈസ്റ്റർ അടിച്ചു പൊളിക്കാലോ നമുക്ക്, അല്ലേ? കുറച്ച് ദിവസം അല്ലെ? കുറച്ച് ദിവസം ഒന്നും വേണ്ട, തുടങ്ങി ദുഃഖവെള്ളി, അത് കഴിഞ്ഞ് ഈസ്റ്റർ അല്ലേ? എല്ലാരും പള്ളിയിലൊക്കെ പോയത് വൈകിട്ടാണ്. വൈകിട്ടാണ്. പെസാപ്പത്തിനും പാലിനും വേണ്ടി എല്ലാം തയ്യാറാക്കി വെച്ചിട്ട് ക്ലാസ്സിലോട്ട് കയറി തയ്യാറാക്കി വെച്ച്. ഓക്കെ. ഉണ്ടാക്കിയിട്ടില്ല, എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട് ക്ലാസ് ഉണ്ടാക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം. ഓക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ പള്ളിയിൽ പോണോ അല്ലേ? വൈകിട്ട് പള്ളിയിലോട്ട് പോകണം. വൈകിട്ട് പള്ളിയിൽ പോണം, അത് നമുക്ക് നേരം കിട്ടില്ല. ഓക്കെ. ശരണ്യൊക്കെ ക്രിസ്ത്യൻസ് ആണോ? മിസ്സിന് അറിയാണ്ട് ചോദിക്കുന്നത് കേട്ടോ. ശരണ്യ അല്ല. അല്ല. ഓക്കെ. സിസ്റ്റേഴ്സ് ഇല്ലേ? സിസ്റ്റേഴ്സിന് എന്തായി? ഓക്കെ. ഉണ്ടാക്കി കഴിഞ്ഞാ? കഴിഞ്ഞു. കുർബാന രാവിലെ ആയിരുന്നു. രാവിലെ ഇനി അഡോറേഷൻ ഉണ്ട്, അതിന് പോകാൻ പറ്റിയിട്ടില്ല. ഓക്കെ. കുർബാന കഴിഞ്ഞല്ലേ? ഇനി നമുക്ക് പഠിക്കാം. അപ്പൊ ഉണ്ടാക്കണം. ഓക്കെ. ഓക്കെ. ഇപ്പൊ നമ്മൾ എടുത്തത് ഇത്ര വരെ ആയിരുന്നു. ഇനി ഓട്ടോപ്സി തുടങ്ങി എടുക്കണം അല്ലേ? ഓട്ടോപ്സി തുടങ്ങി എടുക്കണം. അപ്പൊ ഓട്ടോപ്സി സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓട്ടോപ്സി എന്താണ് പറഞ്ഞുപോയാ? ഓട്ടോപ്സി എന്ന് പറഞ്ഞാൽ എന്താ? വെരി ഗുഡ്. പോസ്റ്റ്മോർട്ടം കേട്ടോ. അറിയാത്തവര് നോട്ട് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. പേജ് നമ്പർ ഒന്ന് പറയോ? ആർക്കെങ്കിലും കിട്ടാത്തതുണ്ടെങ്കിലോ ഒന്ന് പേജ് നമ്പർ ഒന്ന് പറഞ്ഞു കേട്ടോ. പേജ് നമ്പർ 62 കേട്ടോ. 62. ഓക്കെ. ഓട്ടോപ്സി. Autopsy is literally meaning self-study of a corpse. ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേ, ഇമ്പോർട്ടന്റ് ആണ്. Autopsy literally meaning എന്താണ്? Self-study of a corpse. എന്താണ്? മൃതശരീരത്തെ കുറിച്ച് പഠിക്കുക എന്നാണ് ഓട്ടോപ്സിയുടെ മീനിങ്. It is carried out for clinical as well as മെഡിക്കോ ലീഗൽ പർപ്പസ്. രണ്ട് രീതിയിൽ ഈ ഓട്ടോപ്സി ചെയ്യുന്നുണ്ട് അല്ലെ? ക്ലിനിക്കൽ ഓട്ടോപ്സി ഉണ്ട്, അതുപോലെ തന്നെ മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി ഉണ്ട്. മെഡിക്കോ ലീഗൽ അറിയാലോ, എന്തെങ്കിലും എന്താണ് റേപ്പ്, പോയിസണിങ്, മർഡർ അങ്ങനെയൊക്കെ ആയിട്ട് മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി, ആക്സിഡന്റ് കേസുകൾ, അപ്പൊ അങ്ങനെയുള്ള കേസുകളാണ് മെഡിക്കോ ലീഗൽ കേസുകളായിട്ട് വരുന്നത്. അപ്പൊ അങ്ങനെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിനെയാണ് മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോ ഇനി ക്ലിനിക്കൽ ഓട്ടോപ്സി എന്താണെന്ന് നോക്കാം. ക്ലിനിക്കൽ ഓട്ടോപ്സി ലൂസ്ലി ടേംഡ് ആസ് പാത്തോളജിക്കൽ ഓട്ടോപ്സി. മാർക്ക് ചെയ്യാട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. ക്ലിനിക്കൽ ഓട്ടോപ്സിനെ പറയുന്ന മറ്റൊരു പേരാണ് പാത്തോളജിക്കൽ ഓട്ടോപ്സി. Is carried out to diagnose the disease which has led to the mortality when anti-mortem effort have failed. അപ്പൊ എന്താണ് മോർട്ടാലിറ്റി? മോർട്ടാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? മോർട്ടാലിറ്റി മരണം അല്ലേ?
ആണോ? മരണനിരക്ക്. മോർട്ടാലിറ്റി റേറ്റ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ? മരണനിരക്ക്. ആന്റിമോർട്ടം എന്ന് പറഞ്ഞാല് മരണത്തിന് മുൻപുള്ള ശ്രമങ്ങള് ഫെയിൽഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് നമ്മള് ക്ലിനിക്കൽ ഓട്ടോപ്സി ചെയ്യുന്നത്. ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആവില്ല, കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരാം കേട്ടോ. ക്ലിനിക്കൽ ഓട്ടോപ്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മരണത്തിലേക്ക് നയിച്ച രോഗത്തെ നിർണയിക്കുവാൻ വേണ്ടിയിട്ടാണ് ക്ലിനിക്കൽ ഓട്ടോപ്സി ചെയ്യുന്നത്. മനസ്സിലായോ കൺസെപ്റ്റ്? ഒന്നുകൂടി പറയാം. മരണത്തിലേക്ക് നയിച്ച രോഗത്തെ നിർണയിക്കുവാൻ വേണ്ടിയിട്ടാണ് ക്ലിനിക്കൽ ഓട്ടോപ്സി നടത്തുന്നത്. എക്സാമ്പിൾ പറയും, അപ്പൊ ക്ലിയർ ആവും കേട്ടോ. എക്സാമ്പിൾ പറയാം. ഇപ്പൊ ഒരു വ്യക്തി നോർമൽ ആയിട്ട്, അസുഖമൊന്നുമില്ല, ഒരു വ്യക്തി നോർമൽ ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തി പെട്ടെന്ന് അദ്ദേഹം കുഴഞ്ഞു വീണ് മരിച്ചു. അപ്പൊ നമുക്ക് പറയാൻ പറ്റുമോ ഇന്ന അസുഖം വന്നിട്ടാണ് അയാൾ മരിച്ചത്? പറയാൻ പറ്റില്ല. അയാൾക്ക് നമ്മൾ നോക്കുമ്പോ എന്താണ്, നോർമൽ ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്, പെട്ടെന്ന് അസുഖം ഒന്നും ഉണ്ടായിരുന്നില്ല, നമുക്ക് അദ്ദേഹത്തിന് പറയാൻ തക്കതായിട്ടൊരു അസുഖം ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്നതാണ് അസുഖം അല്ലെങ്കിൽ ഇന്ന കാരണം കൊണ്ടാണ് അയാൾ മരിച്ചത് എന്ന് പറയാൻ പറ്റില്ലല്ലേ? അതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് ക്ലിനിക്കൽ ഓട്ടോപ്സി ചെയ്യുന്നത്. നമുക്ക് മരണകാരണം അറിയാൻ പറ്റുന്നില്ല, എന്തുകൊണ്ടാണ് അദ്ദേഹം മരിച്ചത് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്ലിനിക്കൽ ഓട്ടോപ്സി നടത്തുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. മരണത്തിലേക്ക് നയിച്ച രോഗത്തെ നിർണയിക്കുവാൻ വേണ്ടിയിട്ടാണ് ക്ലിനിക്കൽ ഓട്ടോപ്സി ചെയ്യുന്നത്. ഇപ്പൊ ക്ലിയർ ആയോ? മനസ്സിലായോ? എക്സാമ്പിൾ സഹിതം അവിടെ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം കേട്ടോ, അല്ലെങ്കിൽ എക്സാമിന് വായിക്കുമ്പോൾ ക്ലിയർ ആവില്ല. ഓക്കെ, ഇനി അതിന്റെ പർപ്പസ് ഒന്ന് നോക്കിയേ. Purpose of clinical autopsy: to establish the nature of disease which has led to death when antemortem attempts have failed. നമ്മള് ഇവിടെ പറഞ്ഞ ക്ലിനിക്കൽ ഓട്ടോപ്സിയിൽ പറഞ്ഞ കാര്യം തന്നെയാണ് ഫസ്റ്റ് പർപ്പസ് ആയിട്ട് കിടക്കുന്നത്. എന്താണ്? മരണത്തിലേക്ക് നയിച്ച രോഗത്തെ നിർണ്ണയിക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലിനിക്കൽ ഓട്ടോപ്സി ചെയ്യുന്നത്. അപ്പോ അതുകൊണ്ട് തന്നെ ഈ മരണത്തിന് മുമ്പുള്ള ശ്രമങ്ങൾ ഫെയിൽഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളുടെ രോഗം എന്താണെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയില്ലേ? അപ്പൊ അങ്ങനെയുള്ള ശ്രമങ്ങൾ ഫെയിൽഡ് ആയി കഴിയുമ്പോഴാണ് ക്ലിനിക്കൽ ഓട്ടോപ്സി ചെയ്യുന്നത്. അപ്പൊ ആ പറഞ്ഞ കാര്യം തന്നെയാണ് ഫസ്റ്റ് പർപ്പസ് ആയിട്ട് കിടക്കുന്നത് കേട്ടോ. ഓക്കെ, അതൊന്ന് ഓർത്ത് വെക്കാം. ഇനി സെക്കൻഡ് പർപ്പസ് എന്താണ്? ടു സ്റ്റഡി പാത്തോളജി ഓഫ് ഡിസീസ് വിച്ച് ഹാസ് ലെഡ് ടു ഡെത്ത് ഈവൻ വെൻ ദ diagnosis has been established prior to death. ഇനി ഇവിടെ എന്താണ്? മരണത്തിലേക്ക് നയിച്ച രോഗത്തെ കുറിച്ച് ഇവിടെ പഠിക്കുന്നുണ്ട് അല്ലെ? ടു സ്റ്റഡി പാത്തോളജി ഓഫ് ഡിസീസസ് which has led to death. എന്താണ്? മരണത്തിലേക്ക് നയിച്ച രോഗത്തെ കുറിച്ച് ഇവിടെ പഠിക്കുന്നു. എങ്ങനെയാണ് അദ്ദേഹം മരിച്ചതെന്ന്. മരിക്കുന്നതിന് മുൻപ് ഇവിടെ മരണത്തിലേക്ക് നയിച്ച ആ രോഗത്തെ നിർണയിക്കുന്നുണ്ട്. ഇനി എക്സാമ്പിൾ മീൻസ് പറയുമ്പോൾ ക്ലിയർ ആവും. ഇപ്പോ കാർഡിയാക് അറസ്റ്റുമായിട്ട് ഒരു വ്യക്തി വന്നു ഹോസ്പിറ്റലിലോട്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? എന്തുകൊണ്ടാണ്? അപ്പൊ ആ രോഗം സ്ഥിരീകരിച്ചു, അയാളെ ചെക്കപ്പ് ചെയ്ത് അയാളുടെ കാര്യങ്ങളൊക്കെ നോക്കി എല്ലാം എന്താണ് ബോഡി അല്ലെ എല്ലാ ഫങ്ഷനിലൊക്കെ നോക്കിയപ്പോ എന്താണ് ഇയാൾക്ക് കാർഡിയാക് അറസ്റ്റ് ആണ് എന്ന് രോഗം സ്ഥിരീകരിച്ചു. അയാൾക്ക് മരുന്ന് കൊടുത്തു. അങ്ങനെ കുറച്ചു മാസങ്ങൾക്ക് ശേഷം അയാൾ മരുന്നൊക്കെ കഴിച്ചു. കുറച്ചു മാസം കഴിഞ്ഞപ്പോ അദ്ദേഹം മരിച്ചു. അപ്പൊ നമുക്ക് സ്ഥിരീകരിക്കാൻ പറ്റും എന്തുകൊണ്ടാണ് അദ്ദേഹം മരിച്ചതെന്ന് ഇല്ലേ? എന്താണ്? ആദ്യമേ നമ്മൾ അവിടെ രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്, കാർഡിയാക് അറസ്റ്റ് വന്നിട്ടുണ്ട് എന്നുള്ളത് സ്ഥിരീകരിച്ചു. പിന്നീട് അദ്ദേഹത്തിന് മരുന്നൊക്കെ കൊടുത്ത് ആ ട്രീറ്റ്മെന്റിൽ പോകുന്ന സമയത്ത് തന്നെ അദ്ദേഹം മരിക്കുകയാണ്. അപ്പൊ ക്ലിയർ ആയോ? ഇവിടെ എന്താണ് രണ്ടാമത്തെ പർപ്പസിൽ പറയുന്നത്? അദ്ദേഹത്തിന്റെ ആ മരണത്തിന്റെ കാരണം സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യമേ തന്നെ മരണത്തിന്റെ കാരണം സ്ഥിരീകരിച്ചു. ക്ലിയർ ആയോ? ഫസ്റ്റ് കണ്ടീഷനിൽ എന്തായിരുന്നു? മരണത്തിന്റെ കാരണം സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. നോർമൽ ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു, പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിച്ചു. അപ്പൊ മരണത്തിന്റെ കാരണം നമ്മൾക്ക് അറിയാൻ പറ്റില്ല. ഈ രണ്ടാമത്തെ പർപ്പസിൽ എന്താ പറയുന്നത്? മരണത്തിലേക്ക് നയിച്ച ആ രോഗത്തെ നമ്മള് അവിടെ നിർണയിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, മനസ്സിലായോ? എക്സാമ്പിൾ എഴുതി വെക്കാം കേട്ടോ. ക്ലിയർ ആയില്ലേ? രണ്ട് പർപ്പസും ഓക്കെ ആണോ? ഓക്കെ.
ഇനി നെക്സ്റ്റ് ആണ് മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി. Okay, is executed with the aim of providing answers to questions about the identity, causes of death, time of death, situation of death, etc. അപ്പൊ അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാനല്ല, ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം കേട്ടോ. ഐഡന്റിറ്റി, കോസസ് ഓഫ് ഡെത്ത്, ടൈം ഓഫ് ഡെത്ത്, സിറ്റുവേഷൻ ഓഫ് ഡെത്ത്, ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട് അല്ലേ. എന്താണ് ഐഡന്റിറ്റി, വ്യക്തിത്വം, അതുപോലെ തന്നെ മരണത്തിന്റെ കാരണം, മരണപ്പെട്ടതിന്റെ ടൈം, എപ്പോഴാണ് അദ്ദേഹം മരിച്ചത്, അതുപോലെ തന്നെ എന്തുകൊണ്ട്, സിറ്റുവേഷൻ, എന്ത് സിറ്റുവേഷനിലാണ് അദ്ദേഹം മരിച്ചത് എന്നുള്ള ആ കുറച്ച് ക്വസ്റ്റ്യൻസിന് ആൻസർ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് തെളിയിക്കാൻ പറ്റും, അദ്ദേഹം എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് മരിച്ചത് എന്നുള്ളത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഇല്ലേ. മർഡർ അല്ലെ, സിനിമയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ അവര് കണ്ടെത്തും അല്ലെ, പോലീസുകാര് അല്ലെങ്കിൽ CBI കണ്ടെത്താറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ലഭിക്കുന്നത് വഴി, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ലഭിക്കുന്നത് വഴി ആ കുറ്റകൃത്യം എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് നമുക്ക് സെറ്റിൽ ചെയ്യാനായിട്ട് പറ്റും ഇല്ലേ. ഓക്കെ, എക്സെട്രാ is benefiting the law enforcing agencies to settle the crime. ഇല്ലേ, ഇങ്ങനെയുള്ള കാരണങ്ങൾക്ക്, ഇങ്ങനെയുള്ള ഈ ക്വസ്റ്റ്യൻസിന് ആൻസർ ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് കുറ്റകൃത്യമായിട്ടാണ് ബന്ധപ്പെട്ടത് എന്ന് നമുക്ക് തെളിയിക്കാനായിട്ട് പറ്റും. ഓക്കെ, അതാണ് മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി എന്ന് പറയുന്നത്. ഇതിന്റെ പർപ്പസ് നോക്കിയേ, പർപ്പസ് ഓഫ് ML എന്നാക്കണം കേട്ടോ, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് ഇവിടെ. ഓക്കെ, അപ്പൊ മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി എന്നാക്കാം. ഇനി ഫസ്റ്റ് വൺ എന്താണ്, ടു ഫൈൻഡ് ഔട്ട് എക്സാക്ട് കോസ് ആൻഡ് മാനർ ഓഫ് ഡെത്ത്. നമ്മൾ എന്താണ് ഫൈൻഡ് ഔട്ട് ചെയ്യാം, എക്സാക്ട് ആയിട്ടുള്ള കോസ് കണ്ടെത്താം, അതുപോലെ തന്നെ കാരണം എന്താണ്, മരിച്ചതിന്റെ കാരണം ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ മാനർ, മരണരീതി എങ്ങനെയുള്ളതാണ്, മനുഷ്യത്തിന്റെ മരണരീതി നമുക്ക് ഐഡന്റിഫൈ, ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഇനി എന്താ പറയുന്നത്, ടു എസ്റ്റാബ്ലിഷ് ഐഡന്റിറ്റി ഓഫ് ദ ഡിസീസ്ഡ് അല്ലെ, മരിച്ച പേഴ്സന്റെ ഐഡന്റിറ്റി, വ്യക്തിത്വം നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റും. അതുപോലെ തന്നെ ടു ഫൈൻഡ് ഔട്ട് ദ ടൈം സിൻസ് ദ ഡെത്ത്, എപ്പോഴാണ് അദ്ദേഹം മരിച്ചത് എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ടു കളക്ട് ട്രാക്ക് എവിഡൻസ്, നമ്മള് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിന് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആൻസറുകൾ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് എവിഡൻസ്, ഇതിലൂടെ നമുക്ക് എവിഡൻസ് കളക്ട് ചെയ്യാൻ പറ്റും അല്ലെ. പിന്നെ എന്താണ് റീ ഓർഗനൈസേഷൻ ഓഫ് ദ ക്രൈം സീൻസ്, പുനരാവിഷ്കരണം അല്ലെ. റീ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് പുനരാവിഷ്കരണം. നിങ്ങൾ സിനിമയിൽ കണ്ടിട്ടില്ലേ, ഈ ഡമ്മി, മരിച്ച ആളുടെ ഹൈറ്റും വെയിറ്റിനും അനുസരിച്ചുള്ള ഡമ്മി ഉണ്ടാക്കിയിട്ട്, ഇപ്പോ ക്രൈം ഫയൽ, സുരേഷ് ഗോപിയുടെ ക്രൈം ഫയലിലൊക്കെ ആ സിസ്റ്ററിനെ കൊന്നിട്ട് ഇല്ലേ, കണ്ടിട്ടില്ലേ, റീക്രിയേഷൻ ചെയ്യുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് പുനരാവിഷ്കരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് എവിഡൻസുകൾ കണ്ടെത്താനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് പർപ്പസ് ഓഫ് ML ഓട്ടോപ്സി. ഓക്കെ ആണോ പർപ്പസ്? ഇനി ഒരു ചെറിയൊരു സെന്റൻസും കൂടി ഉള്ളൂ കേട്ടോ, അതോടുകൂടി നമ്മുടെ ഈ മോർച്ചറി സർവീസ് കംപ്ലീറ്റ് ആയി. Even though the procedure of both autopsies is same, they are dissimilar in some aspects. അപ്പൊ എന്താണ് മെഡിക്കോ ലീഗൽ ഓട്ടോപ്സിയും അതുപോലെ തന്നെ ക്ലിനിക്കൽ ഓട്ടോപ്സിയുടെ പ്രൊസീജിയർ അല്ലെ, പ്രൊസീജിയർ സെയിം ആണ്, ഇപ്പൊ തമ്മിൽ ഒരു ഡിഫറൻസ് ഉണ്ട്. അതെന്താണെന്ന് നോക്കിയേ. Usually the clinical autopsy is performed by pathologist. അപ്പൊ ക്ലിനിക്കൽ ഓട്ടോപ്സി പെർഫോം ചെയ്യുന്നത് പാത്തോളജിസ്റ്റ് ആണ്. അതുപോലെ തന്നെ ML ഓട്ടോപ്സി, മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി is performed by ഫോറൻസിക് എക്സ്പേർട്ട് ആണ്. അതാണ് അതിന്റെ വ്യത്യാസമായിട്ട് പറയുന്നത് കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്, മാർക്ക് ചെയ്ത് വെക്കാം. ക്ലിനിക്കൽ ഓട്ടോപ്സി പെർഫോം ചെയ്യുന്നത് പാത്തോളജിസ്റ്റും MLC ഓട്ടോപ്സി പെർഫോം ചെയ്യുന്നത് ഫോറൻസിക് എക്സ്പേർട്ടുമാണ്. ഇമ്പോർട്ടന്റ് ആണ്, നിർബന്ധമായിട്ട് പഠിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത് കേട്ടോ. ചോദിച്ചിട്ടുണ്ട്, നിർബന്ധമായിട്ട് ക്വസ്റ്റ്യൻസ് വരും.
ഓക്കെ, ക്ലിയർ ആയോ? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. ക്ലിനിക്കൽ ഓട്ടോപ്സി അതുപോലെ തന്നെ ML ഓട്ടോപ്സി പെർഫോം ചെയ്യുന്ന കാര്യങ്ങൾ ആരാണ് പെർഫോം ചെയ്യുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. ഓക്കെ ആണോ? ഇനി ഡൗട്ട്സ്, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണ്. ക്ലിനിക്കൽ ഓട്ടോപ്സിക്ക് സാധാരണയായിട്ട് പെട്ടെന്ന് മരിച്ചറിയാൻ ഞാൻ പറഞ്ഞില്ലേ എക്സാമ്പിള്, നോർമൽ ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തി പെട്ടെന്ന് മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് മരണകാരണം അറിയാൻ പറ്റില്ലല്ലേ. അതുകൊണ്ടാണ് അദ്ദേഹം എന്ത് വന്നിട്ടാണ് മരിച്ചതെന്ന് ക്ലിനിക്കൽ ഓട്ടോപ്സി വഴിയാണ് കണ്ടെത്തുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, ഇനി നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്റർ ആണ് റേഡിയോളജി ട്ടോ. റേഡിയോളജി ആൻഡ് ഇമേജിംഗ് സർവീസ് ട്ടോ. പേജ് നമ്പർ ഒന്ന് പറഞ്ഞോളൂ ട്ടോ. പേജ് നമ്പർ 36 ട്ടോ. പേജ് നമ്പർ 36. എല്ലാവരും എടുത്തോ ചാപ്റ്റർ? ഓക്കെ, അപ്പോ നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്റർ തുടങ്ങാൻ പോകുകയാണ്. ചാപ്റ്ററിന്റെ പേര് ചാപ്റ്റർ 22 റേഡിയോളജി ആൻഡ് ഇമേജിംഗ് സർവീസ്. അറിയാലോ എന്തിനാ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ പോകുന്നത് നമ്മള്? എന്തിനു വേണ്ടിയിട്ടാണ് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ഉള്ളത്? എന്തിനായിരിക്കും? സ്കാൻ ചെയ്യാനായിട്ട് അല്ലെ. സ്കാനിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മള് റേഡിയോളജിയിൽ പോകുന്നത്, റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ പോകുന്നത്. MRI ഉണ്ട്, അതുപോലെ എക്സ്റേ എടുക്കാനായിട്ട്, രോഗങ്ങളെ നിർണ്ണയിക്കാൻ വേണ്ടിയിട്ട് എക്സ്റേ സ്കാനുകളിലൂടെ എന്ത് അസുഖമാണ് നമുക്കുള്ളത്, CT സ്കാൻ ഉണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള രോഗങ്ങളെ നിർണ്ണയിക്കാൻ വേണ്ടിയിട്ടാണ് സ്കാനുകൾ, എക്സ്റേ എടുത്തിട്ട് അൾട്രാസൗണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ളതിനെയൊക്കെയാണ് നമ്മള് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ പോകുന്നത് അല്ലെ. ഇമേജ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? രോഗങ്ങളെ ഐഡന്റിഫൈ ചെയ്യുന്നു. ഓക്കെ, അപ്പൊ നോക്കിക്കോളൂ, ഇൻട്രൊഡക്ഷൻ നോക്കിയേ. റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ഈസ് ആൻ എസെൻഷ്യൽ പാർട്ട് ഓഫ് എനി ഹോസ്പിറ്റൽ. എസെൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ടാണ് അല്ലെ. ഈ ഹോസ്പിറ്റലിൽ, എല്ലാ ഹോസ്പിറ്റലുകളിലും എന്ത് ഉണ്ടാവണം? റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും അല്ലെ. എല്ലാ ഹോസ്പിറ്റലിലും ഒരു എസെൻഷ്യൽ പാർട്ടാണ് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. Radiology is regarded as a branch of medicine that deals with radiant energy in the diagnosis and treatment of diseases by using imaging technologies. എന്തിനു വേണ്ടിയിട്ടാണ് റേഡിയോളജി എന്ന് പറഞ്ഞാല്? റേഡിയോളജി എന്ന് പറഞ്ഞാല് എന്താണ്? ബ്രാഞ്ചസ് ഓഫ് മെഡിസിൻസ് ആണ് അല്ലെ. വൈദ്യശാസ്ത്രത്തിന്റെ ശാഖയാണ് റേഡിയോളജി എന്ന് പറയുന്നത്. ഇനി റേഡിയോളജിയിൽ എന്താണ്? റേഡിയന്റ് എനർജി അല്ലെ. റേഡിയോ തരംഗങ്ങൾ പുറപ്പെടുവിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? ഇമേജുകൾ എടുത്തിട്ട് നമ്മള് രോഗങ്ങളെ നിർണ്ണയിച്ച് അതിനുള്ള ട്രീറ്റ്മെന്റ് ചെയ്തു കൊടുക്കുന്നു. രോഗികൾക്ക് അതിനുള്ള ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.
ഇനി ഇമേജിംഗ് ടെക്നോളജീസ് ഏതൊക്കെയാണ് നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ MRI ഉണ്ട്, CT സ്കാൻ ഉണ്ട് അല്ലെ, അതുപോലെ തന്നെ എന്താണ് എക്സ്റേ, അൾട്രാസൗണ്ട്, ഇതൊക്കെയാണ് ഇമേജിംഗ് ടെക്നോളജീസിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. ഇനി നോക്കിയേ, മെഡിക്കൽ ഇമേജിംഗ് ഈസ് എ വിഷ്വലൈസേഷൻ ഓഫ് ബോഡി പാർട്സ്, tissues or organs for use in medical diagnosis, treatment and disease monitoring. അപ്പൊ എന്താണ് ഈ മെഡിക്കൽ ഇമേജിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അല്ലെങ്കിൽ റേഡിയോളജിയിൽ ചെയ്യുന്നത് എന്താണ്, ഒരു വിഷ്വലൈസേഷൻ ആണ് അല്ലെ, എന്താണ് ദൃശ്യവൽക്കരണമാണ്. ഇതിന്റെ ദൃശ്യവൽക്കരണമാണ് ബോഡി പാർട്സ്, അതുപോലെ തന്നെ ടിഷ്യൂസ്, ഓർഗൻസ് എന്താണ് അവയവങ്ങള്, അതുപോലെ ടിഷ്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ടിഷ്യൂ, കോശം. ഓക്കെ, ബോഡി പാർട്സ് അറിയാലോ. ഇവയുടെയൊക്കെ നമ്മള് വിഷ്വലൈസേഷൻ, ദൃശ്യവൽക്കരണം അല്ലെങ്കിൽ ഇമേജസുകൾ എടുത്തുകൊണ്ട് രോഗങ്ങളെ നിർണയിച്ച് ട്രീറ്റ്മെന്റ് ചെയ്യുന്നു. ഓക്കെ, ക്ലിയർ ആയോ? ഇൻട്രൊഡക്ഷനിൽ എന്തൊക്കെയാ പറഞ്ഞത് നമ്മള്? റേഡിയോളജി എന്ന് പറഞ്ഞാല് ഒരു ഇമ്പോർട്ടന്റ് പാർട്ടാണ് അല്ലെ, എല്ലാ ഹോസ്പിറ്റലിലെയും ഒരു ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു പാർട്ടാണ് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ഇനി റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ എന്താണ് ചെയ്യുന്നത്? അതൊരു ബ്രാഞ്ചസ് ഓഫ് മെഡിസിൻ ആണ്. റേഡിയോളജി എന്ന് പറയുന്നത് ബ്രാഞ്ചസ് ഓഫ് മെഡിസിൻ ആണ്, വൈദ്യശാസ്ത്രത്തിന്റെ ശാഖയാണ്. റേഡിയന്റ് എനർജികൾ പുറപ്പെടുവിച്ച് രോഗങ്ങളെ ഐഡന്റിഫൈ ചെയ്ത് അതിന് ബെറ്റർ ട്രീറ്റ്മെന്റ് നൽകുന്ന പ്രോസസ് ആണ് അവിടെ നടക്കുന്നത്. ഇനി എന്താണ് മെഡിക്കൽ ഇമേജിംഗ്? റേഡിയോളജി ഡിപ്പാർട്ട്മെന്റില് മെഡിക്കൽ ഇമേജിംഗ് ആണ് നടക്കുന്നത്. ഒരു വിഷ്വലൈസേഷൻ, ദൃശ്യവൽക്കരണമാണ്. ഇതിന്റെയൊക്കെ ദൃശ്യവൽക്കരണമാണ് ചെയ്യുന്നത് ബോഡി പാർട്സ്, അതുപോലെ ടിഷ്യൂസ്, ഓർഗൻസിന്റെയൊക്കെ ഒരു ദൃശ്യവൽക്കരണം, ഇമേജസുകൾ എടുത്തുകൊണ്ട് രോഗങ്ങളെ നിർണയിച്ച് എന്ത് രോഗമാണെന്ന് ഐഡന്റിഫൈ ചെയ്ത് അതിന് ബെറ്റർ ട്രീറ്റ്മെന്റും രോഗങ്ങളെ നിരീക്ഷിക്കുകയും ചെയ്യുന്നു. ക്ലിയർ ആയോ? ഒന്ന് വായിച്ചു നോക്കി, പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കി. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്, നമ്മൾ പറഞ്ഞല്ലോ എന്താണ് മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജീസിനെ കുറിച്ച്. എക്സാമ്പിൾ ഒക്കെ നമ്മൾ പറഞ്ഞല്ലോ, അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. എക്സ്റേ, അൾട്രാസൗണ്ട്, CT സ്കാൻ, അതുപോലെ തന്നെ ലാസ്റ്റ് വണ്ണാണ് MRI. ഇതിനെ കുറിച്ചാണ് നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് കേട്ടോ. The term imaging incorporates of the following. First one is the X-ray. X-ray is a rapid pain relief procedure that is done to create images of the structures within body, particularly the bones. എന്താ പറയുന്നത്? എക്സ്റേ എന്ന് പറഞ്ഞാല് നമുക്ക് റാപ്പിഡ് ആണ് അല്ലെ, റാപ്പിഡ് റിസൾട്ട് കിട്ടില്ലേ? എക്സ്റേ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറെ നേരം നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കേണ്ടതായിട്ട് വരുമോ? കുറെ നേരം എന്താ വെയിറ്റ് ചെയ്തിരിക്കണോ? ഇല്ല, നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടും അല്ലെ. അതുകൊണ്ടാണ് പറയുന്നത് എക്സ്റേ ഈസ് എ റാപ്പിഡ് റിസൾട്ട് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി നമ്മൾ എക്സ്റേ എടുക്കുമ്പോ നമ്മളെ ഇപ്പോ കൈക്കോ അല്ലെങ്കിൽ കൈക്ക് ഫ്രാക്ചർ, ഒടിവോ ചതവോ ഒക്കെ എന്താ നോക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്, എക്സ്റേ എടുക്കുന്നത് അല്ലെ. അങ്ങനെ എക്സ്റേ എടുക്കുമ്പോ നമ്മളെ അവര് വേദനിപ്പിച്ചിട്ടാണോ അവർ ചെയ്യുന്നത്? അത് എങ്ങനെയാ ചെയ്യുന്നത്? വേദന എടുക്കാറുണ്ടോ എക്സ്റേ എടുക്കുമ്പോ? ഇല്ല അല്ലെ, വേദനിപ്പിച്ചിട്ടല്ല ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പെയിൻ ഫ്രീ പ്രൊസീജിയർ ആണ് അവിടെ നടക്കുന്നത്. That is done to create image of structures within body peculiarly എന്ന് പറഞ്ഞാല് പ്രത്യേക
പ്രത്യേകമായിട്ട് എന്തിനൊക്കെയാണ് ചെയ്യുന്നത്? ബോൺസിനാണ് അല്ലെ? എല്ലുപൊട്ട, എല്ലൊടിയ, അല്ലെങ്കിൽ ചതവോ ഒടിവോ അങ്ങനെ എന്തെങ്കിലും വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എക്സ്റേ എടുക്കുന്നത്. അപ്പൊ പ്രത്യേകിച്ച് ഈ ബോൺസിനാണ് നമ്മൾ എക്സ്റേ എടുക്കുന്നത്. ക്ലിയർ ആയോ? അപ്പൊ എക്സ്റേ എന്ന് പറഞ്ഞാല് റാപ്പിഡ് റിസൾട്ട് ആണ്, പെയിൻ ഫ്രീ പ്രൊസീജിയർ ആണ് ചെയ്യുന്നത് അല്ലെ? വേദന എടുക്കാതെയാണ് നമ്മൾ എക്സ്റേ എടുക്കുന്നത്. അതുപോലെ തന്നെ പ്രത്യേകമായിട്ട് ബോൺസിനൊക്കെയാണ് എക്സ്റേ എടുക്കുന്നത്. ഇത്തരം 3 കാര്യങ്ങളാണ് അതിനകത്ത് ജസ്റ്റ് ഒന്ന് നോക്കാനുള്ളത്. ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. റാപ്പിഡ് റിസൾട്ട്, പെയിൻ ഫ്രീ പ്രൊസീജിയർ, പെക്യുലിയർലി ദ ബോൺസ്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചാൽ മതി, പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ ബോൺസിന് നമ്മൾ എടുക്കുന്നത് എക്സ്റേ ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് അൾട്രാസൗണ്ട്. ഓക്കെ, high frequency sound waves make image of soft tissues and internal organs. എന്താണ് high frequency sound waves യൂസ് ചെയ്തിട്ടുണ്ട് സോഫ്റ്റ് ടിഷ്യൂസിന്റെയും ഇന്റേണൽ ഓർഗൻസിന്റെയും നമ്മുടെ ഉള്ളിലുള്ള അവയവങ്ങളുടെയും എന്ത് ചെയ്യുന്നുണ്ട്? ഇമേജുകൾ എടുക്കുന്നുണ്ട് അല്ലെ? ഇത് ഉപയോഗിച്ചിട്ടാണ് അൾട്രാസൗണ്ട്. അൾട്രാസൗണ്ട് ഇമേജിംഗ് ടെക്നോളജീസ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്റേണൽ ഓർഗൻസിന്റെയും അതുപോലെ തന്നെ സോഫ്റ്റ് ടിഷ്യൂസിന്റെയും ഇമേജുകൾ എടുക്കുന്നത്. നോൺ ഇൻവാസീവ് പ്രൊസീജിയർ. നോൺ ഇൻവാസീവ് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇൻവാസീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ് ഇൻവാസീവ്? എന്തായിരിക്കും? നോൺ ഇൻവാസീവ് പ്രൊസീജിയർ. മുറിവുണ്ടാക്കാതെയുള്ള പ്രൊസീജിയർ ആണ് അവർ ചെയ്യുന്നത് അല്ലെ? അവര് അൾട്രാസൗണ്ട് ഒക്കെ ചെയ്യുമ്പോൾ കീറി മുറിച്ചിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും മുറിവൊക്കെ ഉണ്ടാക്കിയിട്ടാണോ ചെയ്യാറ് അവര്? ആണോ? അല്ല. അപ്പൊ എന്താണ് അവിടെ ചെയ്യുന്നത്? മുറിവുണ്ടാക്കാതെയുള്ള പ്രൊസീജിയർ ആണ് അവിടെ ചെയ്യുന്നത്. നോൺ ഇൻവാസീവ് പ്രൊസീജിയർ. ഓക്കെ, ഇനി സേഫ് ടു ഒബ്സർവ് ഫീറ്റസ്. ഫീറ്റസ് എന്താണ്? ഫീറ്റസ് ഭ്രൂണം. ഓക്കെ, ഫീറ്റസ് എന്ന് പറഞ്ഞാല് ഭ്രൂണം. ഇപ്പൊ പ്രഗ്നന്റ് ആയിരിക്കുന്ന ടൈമിലൊക്കെ ചെയ്യാറുണ്ടല്ലേ സ്കാനിങ്? അൾട്രാസൗണ്ട് സ്കാനിങ് ആണ് ചെയ്യുന്നത്. എന്തുപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്? നമ്മുടെ വയറിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ജെല്ല് പെരട്ടിയിട്ട് ആ അൾട്രാസൗണ്ട് മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കും അല്ലെ? അപ്പൊ നമുക്ക് സ്ക്രീനിൽ, കമ്പ്യൂട്ടർ സ്ക്രീനിൽ കാണാൻ പറ്റും ബേബിയുടെ പൊസിഷൻ, ഹാർട്ട് ബീറ്റ്, അതുപോലെ തന്നെ വെയിറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. മൂവ് ആകുന്നത് കാണാൻ പറ്റും. ഓക്കെ, മൂവ്മെന്റ്സ് കാണാൻ പറ്റും നമുക്ക്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ആ കമ്പ്യൂട്ടർ സ്ക്രീനിൽ അവിടെ കാണാൻ പറ്റും. അപ്പൊ അൾട്രാസൗണ്ട് മെഷീൻ ഉപയോഗിച്ചുകൊണ്ടാണ് അത് ചെയ്യുന്നത്. അപ്പൊ നെക്സ്റ്റ് പോയിന്റ് നോക്കിയേ, ട്രാൻസ്ഡ്യൂസർ കേസ് എന്നാണ് കേട്ടോ അവിടെ. ട്രാൻസ്ഡ്യൂസർ കേസ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. നിങ്ങളുടെ പ്രിന്റർ നോട്ടില് കറക്റ്റ് ആണോ സ്പെല്ലിംഗ്? വായിക്കാം. TRANSDUCER ട്രാൻസ്ഡ്യൂസർ കേസ്. അതെന്താണ്? അൾട്രാസൗണ്ട് മിഷൻ ആണ് കേട്ടോ. മിഷന്റെ പേരാണ്. കറക്റ്റ് ആണ് അല്ലെ? ഓക്കെ, അൾട്രാസൗണ്ട് മിഷന്റെ പേരാണ്. ഈ ട്രാൻസ്ഡ്യൂസർ കേസ് വെച്ചിട്ടാണ് നമ്മൾ ആ ജെല്ല് പെരട്ടിയിട്ട് ഈ മിഷൻ വെച്ച് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് നമുക്ക് അവിടെ സ്ക്രീനിൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയോ? എക്സ്റേ ആൻഡ് അൾട്രാസൗണ്ട്. നോൺ ഇൻവാസീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുറിവുണ്ടാക്കാത്ത രീതിയിൽ കേട്ടോ, അങ്ങനെ പിടിച്ചാൽ മതി. മുറിവുണ്ടാക്കാത്ത രീതിയിലാണ് നമ്മള് അവിടെ ആ പ്രൊസീജിയർ ചെയ്യുന്നത്. ഓക്കെ ആണോ? എക്സ്റേയും അൾട്രാസൗണ്ടും. നെക്സ്റ്റ് പറയട്ടെ. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് CT സ്കാൻ. CT സ്കാൻ known in the name of as computed tomography scan. മാർക്ക് ചെയ്ത് വെക്കാം കേട്ടോ.
എക്സ്പാൻഡ് CT സ്കാൻ എന്ന് പറഞ്ഞു വരും. അതിന്റെ ഫുൾ ഫോം എഴുതണം. അപ്പോ എഴുതേണ്ടത് എങ്ങനെയാണ്? കമ്പ്യൂട്ടർ ടോമോഗ്രഫി സ്കാൻ. Make of computer processed blend of many X-ray measurements. അവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ടേക്കൺ ഫ്രം ആണ്. കറക്റ്റ് അല്ലേ നിങ്ങളുടെ ടെക്സ്റ്റില്? X-ray measurements taken from different angles to generate cross-sectional image of specific areas of a object, allowing the user to see inside the object without cutting. എന്താണ് ഇപ്പോ CT സ്കാൻ പറയുന്ന മറ്റൊരു പേരാണ് കമ്പ്യൂട്ടർ ടോമോഗ്രഫി സ്കാൻ. ഇവിടെ കിട്ടുന്ന ഡാറ്റ എന്ന് പറഞ്ഞാല് കമ്പ്യൂട്ടർ പ്രോസസ്ഡ് ഡാറ്റയാണ്. ഓക്കെ, അപ്പോ പണ്ട് കാലങ്ങളില് ഈ CT സ്കാൻ ഒക്കെ വരുന്നതിന് മുൻപ് എക്സ്റേസ് ആണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോ എക്സ്റേയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇപ്പോ നമ്മുടെ ചെസ്റ്റ് മാത്രം എക്സ്റേ എടുക്കുന്നുണ്ടെങ്കിൽ ഒരു ഇമേജ് മാത്രമാണല്ലോ കിട്ടുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ കൈ ഒടിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കൈയുടെ ഇമേജ് മാത്രമാണ്, ഒരു ഇമേജ് അല്ലേ കിട്ടുക എക്സ്റേ എടുക്കുമ്പോ. അതുപോലെ തന്നെ ഈ CT സ്കാനില് നമ്മൾ CT സ്കാൻ എടുക്കുമ്പോ എന്താണ് കുറെ ഇമേജുകൾ അല്ലെ കാണാൻ പറ്റില്ലേ? CT സ്കാൻ എടുത്തവരുണ്ടോ? ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും നമുക്ക്. എക്സ്റേ എടുക്കുമ്പോ അതിന്റെ ഡിഫറൻസ് ആണ് മിസ് പറയുന്നത്. പണ്ട് കാലങ്ങളില് CT സ്കാൻ ഒക്കെ വരുന്നതിന് മുൻപ് എക്സ്റേ ആയിരുന്നു ഉണ്ടായിരുന്നത്. ആ ടൈമില് എക്സ്റേ എടുക്കുമ്പോ അല്ലെങ്കിൽ ഇപ്പോഴും നമ്മൾ എക്സ്റേ എടുത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഇമേജ് മാത്രം കാണാൻ പറ്റുള്ളൂ. CT സ്കാൻ എടുക്കുമ്പോ എന്താണ് കൂടുതല് പല പൊസിഷനിൽ നിന്നും നമുക്ക് ഇമേജുകള് കൂടുതൽ കുറെ ഉണ്ടാവും. ആ ഇമേജുകൾ അല്ലെ, അവിടെ നിന്ന് ഇവിടെ നിന്ന് ഒരു അങ്ങനെ കുറെ നമുക്ക് ഇമേജുകൾ കാണാൻ പറ്റും. ഓക്കെ, അപ്പോ എന്താണ് പണ്ട് കാലങ്ങളിൽ എക്സ്റേ ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് ടെക്നോളജി ഒക്കെ അഡ്വാൻസ് ലെവലിലോട്ട് മാറിയപ്പോഴാണ് ഈ CT സ്കാൻ ഒക്കെ വന്നു തുടങ്ങിയത്. ഓക്കെ, അപ്പൊ അതിൽ നിന്നും കിട്ടുന്ന ഇമേജ് എന്ന് പറഞ്ഞാല് കമ്പ്യൂട്ടർ പ്രോസസ്ഡ് ഡാറ്റയാണ്. അതുപോലെ തന്നെ ക്രോസ് സെക്ഷണൽ ഇമേജ് ആണ് ഇതിൽ നിന്ന് കിട്ടുന്നത്, CT സ്കാനിൽ നിന്ന് കിട്ടുന്നത്. അപ്പോ ഈ CT സ്കാന്റെ പ്രത്യേകത എന്ന് പറയുമ്പോ അത് എന്താണ്, ഈ എക്സ്റേ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ആംഗിളിൽ നിന്ന് മാത്രമാണ് ലഭിക്കുന്നത്. CT സ്കാൻ എന്ന് പറയുമ്പോൾ 360 ഡിഗ്രി റൊട്ടേഷനിലാണ് അതിന്റെ ഇമേജ്. പല ആംഗിളിൽ നിന്നും 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്താണ് ഇമേജുകൾ അതിനകത്ത് എടുക്കുന്നത്. അതുകൊണ്ടാണ് പല ഇമേജുകൾ, കുറെ ഇമേജുകൾ പല പൊസിഷനിലായാലും പല രീതിയിലായാലും നമുക്ക് ഇമേജുകൾ അതിനകത്ത് നിന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഇപ്പോ എക്സ്റേ ആകുമ്പോൾ കൂടുതലായിട്ടും എന്താണ് അല്ലെങ്കിൽ എന്താണെന്നുള്ളത് നമുക്ക് കൂടുതലായിട്ട് അറിയാൻ പറ്റില്ല. എന്താണ് അസുഖം, അങ്ങനെയുള്ള കാര്യങ്ങള്. ഈ ക്രോസ് സെക്ഷണൽ ഇമേജ് CT സ്കാനിലൂടെ ലഭിക്കുന്നതിലൂടെ നമുക്ക് പലതരത്തിലുള്ള ഇമേജുകൾ കിട്ടും. അത് വെച്ചിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. കൂടുതൽ ആഴത്തിൽ നമുക്ക് എന്താണ് അല്ലെങ്കിൽ ഒടിവോ ചതവോ ഫ്രാക്ചറോ അങ്ങനെ കൂടുതൽ ആഴത്തിൽ ഉണ്ടോ എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. അതാണ് CT സ്കാന്റെ പ്രത്യേകത. ക്ലിയർ ആയോ? മനസ്സിലായോ? എക്സ്റേ എന്താണ്, എക്സ്റേയും അതുപോലെ തന്നെ CT സ്കാന്റെ ഡിഫറൻസ് ആണ് പറഞ്ഞത് കേട്ടോ. എക്സ്റേ ആണെങ്കിൽ നമുക്ക് എന്താണ് ഒരു ആംഗിളിൽ നിന്ന് മാത്രമാണ് ഇമേജ് ലഭിക്കുന്നത്. CT സ്കാൻ ആകുമ്പോൾ അത് 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് ഇമേജസുകൾ എടുക്കുന്നതിലൂടെ പല ആംഗിളിൽ നിന്നും നമുക്ക് ഇമേജുകൾ ലഭിക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ ആഴത്തിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ, ലോകത്തിന്റെ അളവ് കൂടുതൽ ആഴത്തിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ ഉള്ളതൊരു ഡിഫറൻസ് മാത്രമാണ്. CT സ്കാന് എന്തായിരിക്കാം, കോസ്റ്റ് കൂടുതലാണോ കുറവാണോ? എക്സ്റേനെ അപേക്ഷിച്ച് CT സ്കാൻ എന്താണ്, കൂടുതലാണ്. എക്സ്റേ എന്താണ്, ചിലവ് കുറവാണ് അല്ലെ, കോസ്റ്റ് കുറവാണ്.
ഇനി നെക്സ്റ്റ് ആണ് സിറ്റി സ്കാൻ, ഡൗട്ട് ഒന്നുമില്ലല്ലോ. നെക്സ്റ്റ് പറയട്ടെ, MRI. നെക്സ്റ്റ് ആണ് MRI. എന്തായിരിക്കാം MRIയുടെ ഫുൾ ഫോം? മാഗ്നറ്റിക് റിസോണൻസ് ഇമേജ്. ഓക്കെ, മാഗ്നറ്റിക് റിസോണൻസ് ഇമേജ്. എക്സ്പാൻഡഡ് ഫോം ചോദിക്കാട്ടോ. MRI, CT സ്കാൻ ഇമ്പോർട്ടന്റ് ആണ്. CT സ്കാന്റെ ഫുൾ ഫോം ആണ് കമ്പ്യൂട്ടഡ് ടോമോഗ്രഫി സ്കാൻ. അതുപോലെ MRI അറിയാത്തവര് ജസ്റ്റ് ഒന്ന് എഴുതി വയ്ക്കുക, മാഗ്നറ്റിക് റിസോണൻസ് ഇമേജ്. കുട്ടികളെ കമന്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ, സ്പെല്ലിംഗ് കിട്ടാത്തവർ അതിൽ നോക്കി എഴുതാം. Magnetic resonance image. Strong magnetic field and radio waves are used to view structure and create three-dimensional image. അപ്പൊ എന്താണ് നമുക്ക് സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ്സും ആൻഡ് റേഡിയോ വേവ്സും വഴി നമുക്ക് എന്താണ് ഈ MRIയിലൂടെ നമുക്ക് 3-dimensional ഇമേജ് ആണ് ലഭിക്കുന്നത് അല്ലെ. 3-dimensional ഇമേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ത്രിമാന ചിത്രങ്ങൾ അല്ലെ, ആണോ? ത്രിമാന ചിത്രങ്ങൾ അല്ലെങ്കിൽ 3D അല്ലെ, 3-dimensional ഇമേജ് ആണ് എങ്കിൽ ലഭിക്കുന്നത് MRI എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ചോദിക്കാട്ടോ, ചോദിക്കാം, ഇമ്പോർട്ടന്റ് ആണ്. 3-dimensional ഇമേജ് എന്താണ് മെഡിക്കൽ ഇമേജ് വഴിയാണ് അല്ലെങ്കിൽ ഏത് മെഡിക്കൽ ഇമേജ് എടുക്കുമ്പോഴാണ് നമുക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ 3-dimensional images related to ചോദിക്കാവുന്നതാണ്, ഇമ്പോർട്ടന്റ് ആണ്. ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. അപ്പോ MRIയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് എന്താണ്? 3D അല്ലെങ്കിൽ 3-dimensional images ആണ്. ഷോസ് ബ്ലഡ് ക്ലോട്ട് ഡാമേജ്, torn ligaments and tendons, other soft tissue abnormality, invasive. അവിടെ invasive അല്ല ട്ടോ, non invasive എന്നാക്കണേ. non invasive എന്നല്ലേ കറക്റ്റ് ആക്കിയിട്ടില്ലേ അത്? കറക്റ്റ് ആണോ? ലാസ്റ്റ് പോയിന്റ് കേട്ടോ, non invasive. ഇനി ഈ MRI എടുക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും? ബ്ലഡ് ക്ലോട്ട്സ് അല്ലെ, ബ്ലഡ് ക്ലോട്ട്സ്, ക്ലോട്ട് ആവുന്നത്, രക്തം കട്ട പിടിക്കുന്നത്, അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, രക്തം കട്ട പിടിക്കുന്നത്. അതുപോലെ അബ്നോർമാലിറ്റി വരെ ഉള്ളോ? ഓക്കെ, അവിടെ ജസ്റ്റ് ഒന്ന് നെക്സ്റ്റ് സെന്റൻസ് ആയിട്ട് ഒന്ന് എഴുതി വെക്കാം, നോൺ ഇൻവാസീവ് കൂടി ട്ടോ. Abnormality, non-invasive. NON. Okay. Non-invasive. അപ്പോ ത്രിമാന ചിത്രങ്ങള് 3D ഇമേജുകളാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ രക്തം കട്ട പിടിക്കുന്നത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ടോൺ ലിഗ്മെന്റ്സ്. ലിഗ്മെന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ബോണുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിനെയാണ് ലിഗ്മെന്റ്സ് എന്ന് പറയുന്നത് കേട്ടോ. ലിഗ്മെന്റ്സ് എന്ന് പറഞ്ഞാല് 2 ബോണുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ആൻഡ് ടെൻഡൻസ്. ടെൻഡൻസ് എന്ന് പറഞ്ഞാല് മസിലും ബോൺസും തമ്മിൽ ബന്ധിപ്പിക്കുന്നതിനെയാണ് ടെൻഡൻസ് എന്ന് പറയുന്നത്. മസിലും ബോൺസും തമ്മിൽ ബന്ധിപ്പിക്കുന്നതിനെയാണ് ടെൻഡൻസ്. അപ്പൊ അതിന്റെ എന്താണ് എന്തെങ്കിലും ഡിഫിക്കൽറ്റീസ്, എന്തെങ്കിലും ഡാമേജസുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അതർ സോഫ്റ്റ് ടിഷ്യൂസ്, അബ്നോർമാലിറ്റി. അബ്നോർമാലിറ്റി എന്ന് പറഞ്ഞാൽ അറിയാലോ, അസ്വാഭാവികത്വം. ഇപ്പൊ എന്തെങ്കിലും എന്താണ് ക്യാൻസർ ട്രീറ്റ്മെന്റ്, അതുപോലെ തന്നെ ഈ നട്ടെല്ല് രോഗങ്ങള്, വയറിന് എന്തെങ്കിലും അസുഖങ്ങള്, അതുപോലെ തന്നെ തലച്ചോറിന്റെ അസുഖങ്ങള് അല്ലെങ്കിൽ രോഗങ്ങള്, കഴുത്തിന്റെ ഭാഗത്തുണ്ടാകുന്ന രോഗങ്ങള്, സ്പൈനല് ബോഡിയിൽ എന്തെങ്കിലും ഉണ്ടാകുന്ന അസുഖങ്ങള്, ഇതൊക്കെ നമുക്ക് ഈ MRI വഴി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ക്ലിയർ ആയോ? അതാണ് സോഫ്റ്റ് ടിഷ്യൂ അബ്നോർമാലിറ്റി വരുന്നത്. നമുക്ക് പറയാം ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട അസുഖങ്ങള്, രോഗങ്ങള്. അതുപോലെ തന്നെ നട്ടെല്ലിന് എന്തെങ്കിലും രോഗങ്ങളുണ്ടെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വയറിന് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ,
തലച്ചോറിന് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ, കഴുത്തിന്റെ ഭാഗത്ത് ഉണ്ടാകുന്ന അസുഖങ്ങള്, അതുപോലെ സ്പൈനൽ കോഡിനെ സംബന്ധിച്ചിട്ടുള്ള അസുഖങ്ങൾ. അപ്പോൾ ഇതൊക്കെ ഇവയ്ക്കൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഡാമേജുകളോ എന്തെങ്കിലും രോഗങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ MRI എടുക്കുന്നതിലൂടെ അത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ക്ലിയർ ആയില്ലേ? അപ്പോ അതുപോലെ തന്നെ നോൺ ഇൻവാസീവ് പ്രൊസീജിയർ ആണ് അവിടെ നടക്കുന്നത് അല്ലെ. MRI എടുക്കുമ്പോ അവര് വല്ല മുറിവോ അല്ലെങ്കിൽ വേദനിപ്പിച്ചിട്ടാണോ എടുക്കുന്നത്? ഇല്ല അല്ലെ, നമ്മളെ കിടത്തി സ്കാൻ ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലെ, മുറിവൊന്നും ഉണ്ടാക്കുന്നില്ല. അതുകൊണ്ടാണ് നോൺ ഇൻവാസീവ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോ മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജീസ് ആണ് നമ്മൾ പറഞ്ഞത്. എക്സ്റേ പറഞ്ഞു, അൾട്രാസൗണ്ട് പറഞ്ഞു, CT സ്കാൻ പറഞ്ഞു, MRI പറഞ്ഞു. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയ 4 കാര്യങ്ങളും ഇമ്പോർട്ടന്റ് ആണ്. എക്സ്റേ എടുക്കുന്നത് എന്താണ്? പ്രത്യേകമായിട്ട് ബോൺസിനാണെന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അൾട്രാസൗണ്ട്, നോൺ ഇൻവാസീവ്. ഏതൊക്കെയാണ് നോൺ ഇൻവാസീവ് പ്രൊസീജിയർ ആയിട്ട് വരുന്നത് പറയാമോ? നോൺ ഇൻവാസീവ് പ്രൊസീജിയർ ആയിട്ട് വരുന്ന മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജീസ് ഏതൊക്കെയാണ്? അൾട്രാസൗണ്ട്, MRI, പിന്നെ CT, അൾട്രാസൗണ്ട്, CT, പിന്നെ എക്സ്റേ. എക്സ്റേ എന്താണ്? വേദനിപ്പിച്ചിട്ടാണോ ചെയ്യാറ്? ഇല്ല. അപ്പൊ 4 കാര്യങ്ങളും എന്താണ്? നോൺ ഇൻവാസീവ് പ്രൊസീജിയർ ആണ് കേട്ടോ. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഓർത്ത് വെക്കുക കേട്ടോ. നോൺ ഇൻവാസീവ് പ്രൊസീജിയർ ആണ് 4 കാര്യങ്ങൾ. അൾട്രാസൗണ്ട്, എക്സ്റേ, CT സ്കാൻ, MRI ഒക്കെ നോൺ ഇൻവാസീവ് പ്രൊസീജിയർ ആണ്. വായിച്ചു നോക്കി, വായിച്ചു നോക്കൂ കേട്ടോ. ക്ലിയർ ആയോ? ഡൗട്ട് ഒന്നുമില്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് പോർഷൻ ആണ് ക്ലാസിഫിക്കേഷൻ ഓഫ് റേഡിയോളജിക്കൽ വർക്ക്. റേഡിയോളജി ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു 3 ഡിഫറെന്റ് ഏരിയാസ്. അപ്പൊ റേഡിയോളജിക്കൽ വർക്കിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ഡയഗ്നോസ്റ്റിക് റേഡിയോളജി, ഇന്റർവെൻഷണൽ റേഡിയോളജി, റേഡിയേഷൻ ഓങ്കോളജി. ഫസ്റ്റ് വൺ ആണ് ഡയഗ്നോസ്റ്റിക് റേഡിയോളജി. ഡയഗ്നോസ്റ്റിക് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഡയഗ്നോസ്റ്റിക് എന്ന് പറയുമ്പോ രോഗനിർണയം നടത്തുന്നത് അല്ലെ? ഓക്കെ, വെരി ഗുഡ്. അപ്പോ ഡയഗ്നോസ്റ്റിക് റേഡിയോളജി നോക്കിയേ. റേഡിയോളജിസ്റ്റ് എംപ്ലോയി ഇമേജിംഗ് ടെക്നിക്സ് ലൈക്ക് X-ray, ultrasound, CT scan, and MRI scan to identify in disorders throughout the body. ബോഡി മൊത്തത്തിലുള്ള രോഗങ്ങളെ ഐഡന്റിഫൈ ചെയ്യുന്നു. എന്ന് വെച്ചിട്ട് എക്സ്റേ, അൾട്രാസൗണ്ട്, CT സ്കാൻ, MRI സ്കാൻ ഇവ ഉപയോഗിച്ചുകൊണ്ട് ഇവയിലൂടെ ഇമേജസുകൾ എടുത്തുകൊണ്ട് ബോഡി മൊത്തത്തിലുള്ള
രോഗത്തെ ഐഡന്റിഫൈ ചെയ്യുകയാണ് ഡയഗ്നോസ്റ്റിക് റേഡിയോളജിയിൽ ചെയ്യുന്നത്. ഇത് ആരുടെ സഹായത്താലാണ് ചെയ്യുന്നത്? റേഡിയോളജിസ്റ്റ് അല്ലേ? ആരാണ് റേഡിയോളജിസ്റ്റ് എന്ന് പറഞ്ഞാല്? ആരായിരിക്കും? ഇന്റേണൽ പാർട്സിന്റെ ചിത്രങ്ങൾ എടുത്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? രോഗങ്ങളെ നിർണയിച്ച് അതിന് ബെറ്റർ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് അല്ലെ? അപ്പൊ അങ്ങനെ അതിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന, ഇമേജുകൾ എടുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ടെക്നീഷ്യനെയാണ് നമ്മള് റേഡിയോളജിസ്റ്റുകൾ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇങ്ങനെയുള്ള ഇമേജുകൾ എടുക്കാൻ സഹായിക്കുന്ന ടെക്നീഷ്യൻസ്, അവരെയാണ് നമ്മള് റേഡിയോളജിസ്റ്റുകൾ എന്ന് പറയുന്നത്. അവരുടെ സഹായത്താലെ നമ്മൾ ഇത് ചെയ്യുന്നത് എക്സ്റേ, അൾട്രാസൗണ്ട്, CT സ്കാൻ, MRI സ്കാൻ ഒക്കെ എടുത്തിട്ട് ബോഡി മൊത്തത്തിലുള്ള ഡിസോർഡേഴ്സ്, രോഗങ്ങളെ ഐഡന്റിഫൈ ചെയ്യുന്നു. അതാണ് ഡയഗ്നോസ്റ്റിക് റേഡിയോളജി. ക്ലിയർ ആയോ? ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡയഗ്നോസ്റ്റിക് റേഡിയോളജി എന്ന് പറഞ്ഞാല് ഓക്കെയാണ്, ക്ലിയർ ആണ്. ഇനി നെക്സ്റ്റ് നോക്കിയേ. നെക്സ്റ്റ് ആണ് interventional radiology. Radiology that focus on the using minimally invasive interventional techniques, non-surgical treatment to diagnose and treat patients. ഇവിടെ എന്താ ചെയ്യുന്നത്? ഇന്റർവെൻഷണൽ റേഡിയോളജിയില് എന്താ ചെയ്യുന്നത്? യൂസിങ് മിനിമലി ഇൻവാസീവ് പ്രൊസീജിയർ. മിനിമലി ഇൻവാസീവ്, നോൺ ഇൻവാസീവ് അല്ല. അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ചെറുതായിട്ട് മുറിവുകൾ ഉണ്ടാക്കിയിട്ടാണ് എന്തെടുക്കുന്നത്? ഇമേജസുകൾ എടുക്കുന്നത് അല്ലെ? അല്ലെങ്കിൽ രോഗത്തെ ഐഡന്റിഫൈ ചെയ്യുന്നത്. എക്സാമ്പിൾസ് അല്ലെങ്കിൽ അവിടെ കൊടുത്തിരിക്കുന്നത് നോക്കിയേ. ഇന്റർവെൻഷണൽ റേഡിയോളജി പ്രൊസീജിയർ ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. These includes imaging and treatment of blood vessels, angiography, അതുപോലെ ബയോപ്സി പ്രൊസീജിയർ, കാർഡിയാക് കത്തീഡ്രലൈസേഷൻ, ആൻജിയോപ്ലാസ്റ്റി. ഇവയൊക്കെ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? മിനിമലി ഇൻവാസീവ്, മുറിവ് ചെറുതായിട്ട് മുറിവുകൾ ഉണ്ടാക്കിയിട്ട്, നോട്ട് സർജിക്കൽ ട്രീറ്റ്മെന്റ് അല്ലെ? സർജറിയുമായിട്ട് ബന്ധപ്പെട്ട അങ്ങനെ വലിയ തരത്തിലുള്ള മുറിവുകളൊന്നുമില്ല, ചെറിയ രീതിയിൽ മുറിവുകൾ ഉണ്ടാക്കിയിട്ടാണ് രോഗത്തെ ഐഡന്റിഫൈ ചെയ്യുന്നത്. അതിനകത്ത് ഫസ്റ്റ് വൺ ആണ് എന്ത്? ആൻജിയോഗ്രഫി അല്ലെ? ഇപ്പൊ ആൻജിയോഗ്രഫി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആൻജിയോഗ്രഫി ബ്ലഡ് വെസൽസ്. എന്താണ് ബ്ലഡ് വെസൽസ്? എന്തായിരിക്കും ബ്ലഡ് വെസൽസ്? രക്തധമനികൾ അല്ലെങ്കിൽ രക്തക്കുഴലുകൾ അല്ലെ? ബ്ലഡ് വെസൽസ് എന്ന് പറഞ്ഞാല് രക്തക്കുഴലുകൾ. ഓക്കെ, അപ്പൊ ആൻജിയോഗ്രഫി ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ രക്തക്കുഴലുകൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആൻജിയോഗ്രഫി ചെയ്യുന്നത് അല്ലെ? ചില ആളുകൾക്ക് ബ്ലോക്ക് ഉണ്ടാവും അല്ലെ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് രക്തക്കുഴലുകൾ ഫ്രാക്ചർ വന്ന് അടഞ്ഞിരിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മിനിമലി ഇൻവാസീവ് പ്രൊസീജിയർ ഉപയോഗിച്ചുകൊണ്ട് ഇമേജുകൾ എടുക്കുന്നുണ്ട്. ക്ലിയർ ആയോ? അപ്പോ പ്രധാനമായിട്ടും ഇങ്ങനെ കുറച്ച് മുറിവുകൾ ഇടുന്നത് എന്താണ്? പ്രധാനമായിട്ടും ഇവരുടെ കൈകളിലായിരിക്കും. ഈ വിരലുകളില് ചെറിയ രീതിയിലുള്ള മുറിവിട്ട് ഒരു കത്തീറ്റർ എന്ന് പറയുന്ന ഒരു പ്ലാസ്റ്റിക് ടൈനി ട്യൂബ് ഇൻസേർട്ട് ചെയ്തുകൊണ്ടാണ് ഈ ബ്ലോക്കുകളെ ഐഡന്റിഫൈ ചെയ്യുന്നത്. ആർക്കെങ്കിലും ചെയ്തിട്ടുണ്ടോ? വീട്ടിൽ ആർക്കെങ്കിലും ആൻജിയോഗ്രഫി, ആൻജിയോപ്ലാസ്റ്റി ഒക്കെ, കത്തീഡ്രലൈസേഷൻ ചെയ്തിട്ടുണ്ട്? ഏതാ ചെയ്തിരിക്കുന്നത്? ഹീര? രണ്ടും ചെയ്തിട്ടുണ്ട്. ആൻജിയോപ്ലാസ്റ്റി, ആൻജിയോഗ്രഫി ആണോ? ഓക്കെ, അപ്പോ ആൻജിയോഗ്രഫി എന്ന് പറഞ്ഞാൽ എന്താണ്? രക്തക്കുഴലുകൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ചിത്രങ്ങൾ എടുക്കുന്നതിനെയാണ് ആൻജിയോഗ്രഫി എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ,
മിസ് പറഞ്ഞില്ലേ ആൻജിയോഗ്രഫി എന്ന് പറയുമ്പോ കൈകളില് പ്രധാനമായിട്ടും ആളുകളുടെ കൈകളിലൂടെ ഒരു ചെറിയ രീതിയിലുള്ള മുറിവുണ്ടാക്കിയിട്ട് കത്തീറ്റർ എന്ന് പറയുന്ന ഈ സ്മോൾ ടൈനി ട്യൂബ് കടത്തി വിട്ടിട്ട് ആണ് ഇമേജുകൾ എടുക്കുന്നത്. ക്ലിയർ ആയില്ലേ? ആൻജിയോഗ്രഫി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ബയോപ്സി പ്രൊസീജിയർ. ഇതറിയാലോ, എല്ലാവർക്കും അറിയാൻ പറ്റും. എന്താണ് ബയോപ്സി പ്രൊസീജിയർ? ഏത് പേഷ്യൻസിനാണ് ഇത് ട്രീറ്റ് ചെയ്യുന്നത്? ക്യാൻസർ പേഷ്യൻസിനാണ് അല്ലെ ബയോപ്സി പ്രൊസീജിയർ ചെയ്യുന്നത്. എങ്ങനെയാണ് ചെയ്യുന്നത്? എങ്ങനെയായിരിക്കും? നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും മുഴകളോ എന്തെങ്കിലും ഐഡന്റിഫൈ ചെയ്യുമ്പോ ടിഷ്യൂസ് അല്ലെങ്കിൽ ആ ദ്രവം എടുത്തിട്ട് ഇത് ചെയ്യുന്നുണ്ട്. എന്താണ് അത് ടെസ്റ്റിങ്ങിനായിരിക്കും അല്ലെ. അപ്പൊ അവിടെ നിന്ന് ക്യാൻസർ ആണെന്ന് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, ഇങ്ങനെയല്ലേ ബയോപ്സി പ്രൊസീജിയർ ചെയ്യുന്നത്? ആണോ? നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും മുഴകളൊക്കെ അനുഭവപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ടിഷ്യൂസ് എടുത്തുകൊണ്ട് അല്ലെ, ടിഷ്യൂസ് കളക്ട് ചെയ്തുകൊണ്ട് സ്രവം എടുത്തുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? ടെസ്റ്റിങ്ങിനായിരിക്കും. ടെസ്റ്റില് അത് ക്യാൻസർ ആണെന്ന് തെളിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അതിനുള്ള ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ഇത്രയും പറഞ്ഞതില് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇത്രയും വെച്ച് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ. ഇനി കത്തീഡ്രലൈസേഷനും അതുപോലെ തന്നെ ആൻജിയോപ്ലാസ്റ്റിയെ കുറിച്ച് പറയാനുണ്ട്. ഇത് പറഞ്ഞു വരുമ്പോൾ ഇത് നമുക്ക് കംപ്ലീറ്റ് ആവില്ല. ഓക്കെ, ഇത്രയും വരെ നമുക്ക് നിർത്താം. നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഇത്രയും വരെ പറഞ്ഞതിൽ ആർക്കെങ്കിലും ഓക്കെ ആണ്? ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഓക്കെ, അപ്പൊ ഈസ്റ്റർ ഒക്കെയാണ്. എന്നിരുന്നാൽ കൂടിയും നമ്മുടെ ഭാഗങ്ങള് പഠിക്കാതെ പോകരുത് കേട്ടോ. ഇപ്പൊ തന്നെ വായിച്ച് പഠിച്ചു വെക്കുക, ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി വെക്കുക. ഓക്കെ, താങ്ക് യു. ഒരു കാര്യം പറയാൻ പോയി, മറന്നുപോയി മിസ്. ഹാപ്പി ഈസ്റ്റർ എല്ലാവർക്കും. അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ഈസ്റ്റർ കേട്ടോ. ഓക്കെ, താങ്ക് യു.